നമസ്കാരം സുഹൃത്തുക്കളെ. ഈ വിൽ പവർ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഭയങ്കര സാധനം. അത് ഫ്രണ്ട്സ് വിചാരിച്ച് തരാൻ പറ്റൂല, വീട്ടുകാർ നമ്മുടെ സിബ്ലിങ്സോ അച്ഛനോ അമ്മയോ വിചാരിച്ചാൽ പറ്റൂല, നമ്മുടെ പാർട്ട്ണർ വിചാരിച്ചാലും പറ്റൂല. നമ്മൾ സ്വയം ബിൽഡപ്പ് ചെയ്തെടുക്കേണ്ട പറഞ്ഞ സാധനമാണ്. എന്നാൽ ഈ സാധനം മനുഷ്യരായ നമ്മളിപ്പോൾ ഒരു തരി പോലും ഇല്ല. അതുകൊണ്ടാണല്ലോ പലരും ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രണയ നൈരാശ്യം വന്നു കഴിഞ്ഞു, ആണോ പെണ്ണോ ആരോ ആയിക്കോട്ടെ, പാലത്തിൽ നിന്ന് നിർത്തി ചാടുക, കുളത്തിൽ നിന്ന് ചാടുക, അല്ലെങ്കിൽ കയ്യും കാലും മുറിക്കുക, കെട്ടി തൂങ്ങുക, അങ്ങനെ എത്രയോ. ചിലപ്പം അവരെ കുറ്റം പറയാൻ പറ്റില്ല, നമുക്ക് അവിടെ എന്തെങ്കിലും മാനസിക അത്രയ്ക്കും പറ്റാത്ത ഒരു സ്ഥിതി. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, ഒരു ബസ്സിലെ വീഡിയോ ഷൂട്ട് ചെയ്തു, അയാൾക്ക് താങ്ങാൻ പറ്റിയില്ല. അതിന് കാരണക്കാരൻ നമ്മൾ രണ്ടാൾക്കാരുമാണ്. ഒന്ന് ആ വീഡിയോ എടുത്ത പെൺകുട്ടി, അതോടൊപ്പം ആ വീഡിയോ എടുത്ത് അത് ഒന്നുകൂടെ അങ്ങ് നമ്മൾ റിയാക്ട് ചെയ്ത് വൈറലാക്കി ചെയ്ത് നമ്മൾ രണ്ടു കൂട്ടരും പ്രതികളാണ്. അപ്പോൾ അത് രണ്ടും കൂടെ താങ്ങാനാവാത്ത വന്ന ഒരു സ്ഥിതിക്കാണ് അയാൾ അങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത്. അപ്പോൾ അയാളെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. എങ്കിൽ പോലും ഞാൻ ബാക്കിയുള്ളവരുടെ കാര്യം പറഞ്ഞു, പിടിച്ച് നിൽക്കാനുള്ളൊരു മനക്കരുത്ത് ഉണ്ടാക്കിയെടുക്കണം. അത് ഇപ്പോൾ സുഹൃത്തുക്കളെ വന്നിട്ട് നമുക്ക് മോട്ടിവേഷൻ ഒക്കെ തരും. നീ പിടിച്ച് നിൽക്കടാ, നിനക്ക് വീടില്ലേ, നിനക്ക് അച്ഛനമ്മയൊക്കെ ഇല്ലേ, നിൻ്റെ സിബ്ലിങ്സ് ഇല്ലേ, നിനക്കിനി ലൈഫില്ലേ, നിനക്ക് ഇത്ര പ്രായമല്ലേ ആളുള്ളൂ, നിനക്കിനി ഒരുപാട് എക്സ്പ്ലോർ ചെയ്യണ്ടേ, ഒരുപാട് നേടണ്ടേ എന്നൊക്കെ പറഞ്ഞ് പറയുകയൊക്കെ ചെയ്യും. പക്ഷേ ഇവർ കാണത്തില്ല, അതാണ് പ്രശ്നം. പറഞ്ഞിട്ട് അവരങ്ങ് പോകും, ചായ കുടിക്കാനും വട കഴിക്കാനും അവരങ്ങ് പോകും, അവരുടെ കാര്യം നോക്കി അവർ പോകും. ചിലപ്പോൾ അവരുടെ ലൈഫ് സെറ്റായിരിക്കും, അതൊക്കെ കണ്ടിട്ടായിരിക്കും നമ്മളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യും. പക്ഷെ നമ്മുടെ ലൈഫ് സെറ്റാണോ അത് അവർക്ക് ചിലപ്പോൾ അറിയായിരിക്കും, ചിലപ്പോൾ അറിയാതായിരിക്കും, എന്തോ ആയിക്കോട്ടെ, അവർ വിചാരിച്ചാലും നടക്കില്ല. ഇനി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അച്ഛനും അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സോ അവർ ഇതുപോലെ മോട്ടിവേറ്റ് ചെയ്യും. പക്ഷെ അവിടെയും സാധിക്കുമോ? ഇല്ല. ഇനിയും ചിലപ്പോൾ നമ്മൾ കല്യാണം കഴിച്ചാൽ അല്ലെങ്കിൽ നമുക്കൊരു ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ ഉണ്ട്, അവരും വന്ന് ചിലപ്പോൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും, അവിടെയും വല്ല നടക്കുമോ? അതും. അപ്പോൾ അത് നമ്മൾ സ്വയം ബിൽഡപ്പ് ചെയ്തെടുക്കേണ്ട ഒരു സാധനമാണ് വിൽ പവർ എന്ന് പറയുന്നത്. അത് ശാരീരികമായുള്ള വിൽ പവർ ഉണ്ട്, മാനസികമായ വിൽ പവർ ഉണ്ട്. ശാരീരികമായ വിൽ പവർ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എന്തെങ്കിലും ഒരു സംഘർഷം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം, അടിപിടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ നമുക്ക് പുറമേ വന്നു കഴിഞ്ഞാൽ അതിനെ പിടിച്ച് നിൽക്കുക. ഇപ്പോൾ നമ്മൾ ഒരു സ്കൂൾ കോളേജ് പരിപാടി നടക്കുമ്പോൾ നമ്മളോട് ഓടി വന്നിട്ട് പറയാം, മോനെ ഒരു പാട്ട് പാടാൻ അറിയത്തില്ല, ഒരു പാട്ട് പാടാം, അല്ലെങ്കിൽ ഒരു കഥാപ്രസംഗം നടക്കും. നമ്മൾ അവിടെ കടന്ന് വിറയ്ക്കും അല്ലേ, നമ്മൾ ഫ്രീസറിൽ ഇരിക്കുന്ന പോലെ അടിമുടി വിറയ്ക്കും. പറ്റുമോ? ഇല്ല. എന്നാൽ എന്നെ കൊണ്ട് പറ്റും എന്നൊരു കോൺഫിഡൻസ് ഇരിക്കുന്നവരാണോ പെണ്ണോ ആണെങ്കിൽ ഉറപ്പാണ് അവർക്ക് ആ വിൽ പവർ വെച്ചുകൊണ്ട് തന്നെ അവർ ഓടി അത് കയറി ഒരടിച്ച് തകർക്കോടെ വന്ന് ഇതിനു മുമ്പ് ഡാൻസോ പാട്ടോ ഒക്കെ ചെയ്തിട്ടോ അവരെയൊക്കെ നിലംപരിശാക്കിക്കൊണ്ടുള്ള പരിപാടിയായിരിക്കും നടന്നത് അല്ലേ. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു വിൽ പവർ എപ്പോഴും ഉണ്ടായിരിക്കണം. അല്ലാതെ എന്തെങ്കിലും ഒരു സംഘർഷം വന്നു കഴിഞ്ഞാൽ ആസിഡ് അറ്റാക്ക് ചെയ്യുക, ഒരു കത്തിയും വടിവാളെടുത്ത് സ്വയം ചാവാനും അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ കൂടെയുള്ള ആളെ കൊല്ലാനും ഒക്കെ നടക്കുക, അല്ലെങ്കിൽ വീട്ടിൽ ആരും അറിയാതെ കഥവ് കൂട്ടി തൂങ്ങുക, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂഷൻ അല്ല. അത് നമ്മൾ എന്താ പറയുന്നത്, ഒരു ധൈര്യമില്ല, ഒരു പൊട്ടനായി മാറുന്ന, ഒരു പൊട്ടിയായി മാറുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. ഇവൻ ഇത്രയേ ഉള്ളോ, ഇവൾ ഇത്രയേ ഉള്ളോ എന്ന് ബാക്കിയുള്ളവരുടെ മനസ്സിൽ അങ്ങനെ ചിന്ത വരും. ആദ്യമൊക്കെ നമുക്ക് അറിയും, അയ്യോ ഇവൻ എന്തിനാ പോയേ, അല്ലെങ്കിൽ ഇവൻ എന്തിനിങ്ങനെ ചെയ്തേ, ഇവന് ഇനിയും ലൈഫില്ല, ഇവളെന്തിനിങ്ങനെ കാട്ടിക്കൂട്ടിയേ എന്നൊക്കെ, എന്തിനുണ്ടെങ്കിൽ ഞങ്ങളോട് തുറന്ന് പറഞ്ഞുകൂടായിരുന്നോ, നമുക്ക് സോൾവ് ചെയ്താടായിരുന്നോ എന്നൊക്കെ പറയും. പക്ഷെ ആ ബുദ്ധിമുട്ടും ആ വിഷമവും പ്രയാസം നമുക്കേ അറിയും അല്ലേ. അപ്പം അതിനെ തരണം ചെയ്യാനുള്ള വിൽ പവർ എപ്പോഴും ഉണ്ടായിരിക്കണം. ഏതൊരു സാഹചര്യം, എന്തൊരു പ്രതിസന്ധി വന്നാലും, ഏതൊരു ബുദ്ധിമുട്ടോ ഏതൊരു വിഷമോ കഷ്ടപ്പാടോ വന്നാലും അത് ഒന്നെങ്കിൽ നമുക്കാരും തുറന്ന് പറയാൻ പറ്റിയൊരു ബെസ്റ്റ് ഫ്രണ്ടോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണറോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയോട് തന്നെ പറയാൻ പറ്റുമെങ്കിൽ തുറന്ന് സംസാരിക്കാം. മോട്ടിവേഷനൊക്കെ അവിടെ ഇരിക്കട്ടെ, അവർ മോട്ടിവേറ്റ് ചെയ്തതിന് കാര്യമില്ല. പക്ഷെ നമ്മൾ പറയാറുണ്ട്, വിഷമം തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ ആശ്വാസം കിട്ടും. പറയാൻ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാണ് തുറന്ന് പറയുക. അപ്പോൾ ഇവനോടും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എൻ്റെ വിഷമം എന്നല്ല, അത് ഞാൻ തന്നെ സോൾവ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞ് ഇരിക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ അങ്ങനെ ഇരുന്ന് പോകും ചിലപ്പോൾ. അപ്പം പറയാൻ പറ്റും, നിങ്ങളുടെ പാർട്ണറുണ്ടോ ഉണ്ടെങ്കിൽ പറയുക, അല്ലെങ്കിൽ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണോ പറയുക, ഈ ഫാമിലി മെമ്പേഴ്സുണ്ട്, അച്ഛനും അമ്മയും സിബ്ലിങ്സൊക്കെ പറയാൻ പറ്റുന്നതാണെങ്കിൽ അവരോടെങ്കിലും ഒന്ന് പറയുക. ആ വിൽ പവർ എപ്പോഴും ഉണ്ടായിരിക്കണം. ഒരു റിലേഷൻഷിപ്പ് ആയപ്പോൾ റിലേഷൻഷിപ്പ് കയറിക്കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ പാർട്ണർ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ 100% നിങ്ങൾക്ക് വേണ്ടി ഇടുന്നുണ്ടെങ്കിൽ, നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളെ കെയർ ചെയ്യുകയും നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുകയും നിങ്ങൾക്ക് ആ വാല്യൂ ഇമ്പോർട്ടൻസ് തരികയും, നിങ്ങളെ എപ്പോൾ കോൾ ചെയ്താലും ഫോൺ എടുക്കുകയും, പാതിരാത്രി 2 മണിക്ക് വിളിച്ചാലും ഫോൺ എടുക്കുകയും, മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കുറച്ച് ലേറ്റ് ആയാലും നിങ്ങൾക്ക് റിപ്ലൈ തരികയും, നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യുകയും, എന്തെങ്കിലും സിറ്റുവേഷൻ വന്നാൽ സപ്പോർട്ട് ചെയ്യുകയും, വിഷമം വന്നാൽ നീ പറ ഞാനുണ്ട് ഇവിടെ എന്ന് പറഞ്ഞ് ഒരു ആത്മീക ബലം തരികയും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ നിൽക്കുന്നൊരു പാർട്ണർ ആണോ പെണ്ണോ ആരോ ആയിക്കോട്ടെ, നിങ്ങളും അതുപോലെ തിരിച്ച് നിൽക്കുക, ആ 100% ഇട്ട് കൊടുക്കുക. അപ്പം ആ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആണ്, 100% സ്ട്രോങ് ആണ്. അതുപോലെ ഫാമിലി ആയാലും ബ്രദറിൻ്റെ അടുത്ത്, സിസ്റ്ററിൻ്റെ അടുത്ത്, അച്ഛൻ്റെ അടുത്ത്, അമ്മേൻ്റെ അടുത്ത് അവർ നിങ്ങൾക്ക് തരുന്ന സ്നേഹവും വാല്യൂവും കെയറും നിങ്ങൾക്ക് സപ്പോർട്ട് അത് തിരിച്ചും കൊടുക്കുക.
അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് ആയാൽ പോലും നിങ്ങൾക്ക് വേണ്ടി ഏത് സമയവും നിങ്ങളുടെ കൂടെ ട്രിപ്പിന് വരികയും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുകയും പൈസയുടെ ആവശ്യമുള്ള പൈസ തരികയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തു തരുമ്പോൾ നമ്മളും അതേപോലെ കൂടെ നിൽക്കുക അല്ലേ? അതല്ലേ അതിൻ്റെ ഒരു ശരി. അല്ലാതെ ബാക്കിയുള്ളവർ ചെയ്യുന്ന പോലെ എനിക്ക് മതിയായി എന്ന് പറഞ്ഞ് ഞാൻ പോലും പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യം. പക്ഷേ പിന്നീട് ആലോചിക്കും, വീട്ടിൽ അച്ഛനുണ്ട്, ഫ്രണ്ട്സുണ്ട്, ബാക്കി ആൾക്കാരുണ്ട്, അവരിനി എന്ത് ചിന്തിക്കും, നാളെ ഇനി അവരെന്ത് കമൻറ്റ് പറയും, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ, ഓരോ ചിന്തകളും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ തലയിൽ കൂടെ പോകും. പിന്നെ എന്തിനീ കാട്ടി കൂട്ടുന്നതൊക്കെ ആലോചിച്ച് നമ്മൾ പിന്നെ വേണ്ടെന്ന് നോക്കും. അപ്പം ഞാൻ നിങ്ങളോടും എനിക്കൊന്നും പറയാനുള്ള ഇത്രേ ഉള്ളൂ. ഒന്നും സൂയിസൈഡും അല്ല ആസിഡ് അറ്റാക്കും അല്ലെങ്കിൽ കത്തിയും പടിവാളും കൊണ്ടുള്ള അറ്റാക്സും ഒന്നും ഒരു സൊല്യൂഷൻ അല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും മാനസികോ ശാരീരികോ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, പ്രയാസമുണ്ട്, വിഷമമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരോടാണോ പറയുന്നത്? പാർട്ട്ണറോട് പറ. പാർട്ട്ണർ എന്തിനാ പിന്നെ അവിടെ ഇരിക്കുന്ന പാർട്ട്ണർ എന്ന് പറഞ്ഞ്? ഇനി പാർട്ട്ണറില്ല, ഫ്രണ്ട്സാണുള്ളത്, ഫ്രണ്ട്സിനോട് പറ. അവർ നിങ്ങളടുത്ത് നിങ്ങൾ അങ്ങനെ നിൽക്കുന്നവരെ നിങ്ങൾ തിരിച്ചു കൊടുക്കണ്ടേ? വീട്ടിൽ അച്ഛനമ്മയാണോ? അവരുടെ അടുത്ത് പറ. സിബ്ലിങ്സിൻ്റെ അടുത്ത് പറ. വേറെ ആരും പറയില്ല, അവരെ ഉള്ളിനി അവരോട് പറ.